Good evening and warm welcome to all my dear students, parents and CG well-wishers. നമ്മൾ ഇന്ന് KEAM 2021 കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഔട്ട്ലുക്ക് ആണ് എടുക്കുന്നത്. അതിൽ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് വരുന്ന ഡീറ്റെയിൽസും കോഴ്സസ് KEAMന് ഉള്ളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള KEAM എക്സാമിനേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നതെന്ന്. അപ്പം ആദ്യം ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ നോക്കി എന്താണ് ആപ്ലിക്കേഷൻ പ്രോസസ് അത് ചെയ്ത് നോക്കാം. ഒപ്പം KEAMൽ വരുന്ന കോഴ്സുകളെ കുറിച്ച് നമുക്കൊരു ഓവറോൾ വ്യൂ എടുക്കാമെന്ന്. അപ്പം എനിവേ എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നോട്ട്ബുക്കും ഒരു പേനയും കയ്യിൽ കരുതുക. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. നോട്ട്ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് സെഷനിൽ വരുന്ന ഡൗട്ടുകളും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ചോദിക്കാൻ ഉള്ള സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സമയത്ത് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചോദിച്ചു പോകാനും ആ ചോദ്യത്തിന് ഒരു ക്ലാരിറ്റിയും കൂടെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കയ്യിൽ കരുതിയാൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എന്നിരുന്നാലും അതും കൂടെ ഒന്ന് കരുതുന്നത് നല്ലതാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. എല്ലാ കുട്ടികളെ പോലും അല്ല നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് ഇന്ന് KEAMനെ കുറിച്ച് ആദ്യം എന്താണ് KEAM, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ വാട്ട് ആർ ദ പോയിന്റ്സ്. കുറെ ക്ലാസ്സുകൾ സിജിയുടെ തന്നെ നിങ്ങൾ എല്ലാവരും കേട്ട ആളുകളാണ്, കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പലതരത്തിൽ ഞാൻ തന്നെ ഈ സെഷനുകൾ പലതരത്തിൽ കൈകാര്യം രീതികളിൽ പല സിജിയുടെ പല സെന്ററുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു വേ അല്ലെങ്കിൽ വൺ വേ ഓർ ദി അതർ ഫെമിലിയർ ആയിട്ടുണ്ട്. KEAM ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസമായി നിങ്ങൾ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 26-നാണ്. KEAMന്റെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. എക്സാം ജൂലൈ 24. അപ്പൊ എക്സാക്ട് ഒരു 40 days ആണ് നമ്മുടെ മുമ്പിൽ KEAM പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിലും ഉള്ളത്. ആ 40 daysനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഉയർന്ന ഒരു റാങ്ക് വാങ്ങി കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളിൽ ഏറ്റവും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങാൻ ശ്രമിക്കുക. വല്ല കാരണവശാലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, IIT-കളിൽ ആഗ്രഹിച്ചവരുണ്ട്, NIT-കൾ ആഗ്രഹിച്ചവരുണ്ട്, IIITs ആഗ്രഹിച്ചവരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഒപ്പം KEAMും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ KEAMൽ കിട്ടുന്ന റാങ്കുകൾ ഇനി അഥവാ മറ്റേ ചാൻസുകൾ മിസ് ആവുകയാണെങ്കിൽ നമ്മൾ ഗ്രാജുവേഷൻ കോഴ്സ് KEAM വഴി കേരളത്തിൽ എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇപ്പോൾ സാധിക്കാത്ത കാര്യം നമ്മുടെ PG കോഴ്സുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാം. അങ്ങനെയും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒന്നും ചെയ്യാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഇങ്ങനെയും നിങ്ങളുടെ പ്ലാനുകൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഓവറോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഒരു കേരളത്തിലെ കുട്ടിയെ സംബന്ധിച്ചോളം വളരെ ആരൊക്കെ എങ്ങനെയൊക്കെ അതിനെ തരം താഴ്ത്തി പറഞ്ഞാലും കേരളത്തിലെ കുട്ടിയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഫീസിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയെടുക്കാൻ, അതല്ലെങ്കിൽ ഇതിന്റെ കീഴിൽ വരുന്ന ഒരു കോളേജുകളിൽ ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്ന കേരളത്തിലെ കുട്ടിക്ക് സാധിക്കുന്ന പരീക്ഷയാണ് KEAM. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഇമ്പോർട്ടൻസോടും കൂടി നിങ്ങൾ ആ പരീക്ഷയെ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം KEAMന്റെ വിവരം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം KEAMന്റെ ബേസിൽ വരുന്ന അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ആൻഡ് കോളേജസ് ആൻഡ് സീറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽസ് അറിയാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഈ KEAM 2000 ഈ കാണുന്ന വെബ്സൈറ്റ് ആണ് cee.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ KEAMന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ കയറേണ്ടത്. cee.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. ഒരുവിധം എല്ലാവരും കയറി ആപ്ലിക്കേഷൻ പ്രോസസ് പകുതിയാക്കി വെച്ച ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വെബ്സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. കയറി കഴിഞ്ഞാൽ നമുക്ക് 5 സ്റ്റേറ്റ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ID-യും പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആണ് KEAMന്റെ കേസിൽ നമുക്ക് കിട്ടാനുള്ളത്. ബട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഓരോരുത്തർക്കും കിട്ടിക്കഴിയും. അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയിട്ടാണ് ബാക്കിയുള്ള അടുത്ത പ്രോസസ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള നമ്മളുടെ എന്തൊക്കെയാണോ നമുക്ക് റിസർവേഷൻ കാറ്റഗറികളും ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് എൻ്റർ ചെയ്യുന്നതിനാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക. അത് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത പ്രോസസ്സാണ് ആപ്ലിക്കേഷൻ ഒരു ഫീ ഉണ്ട്, ആ ഫീ അടയ്ക്കും. ആ ഫീയും അടച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വേണ്ടുന്ന എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ ആ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട പ്രോസസ്സ്.
അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മളുടെ കയ്യിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഫയൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മിസ് ചെയ്യാതിരിക്കാൻ ഫയൽ ചെയ്യാനിരിക്കുക. ആ പ്രിന്റ് ഔട്ടിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ പാസ്വേഡ്, അപ്ലിക്കേഷൻ നമ്പർ ആ പ്രിന്റ് ഔട്ടിൽ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു പേപ്പറിൽ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൂടെ എഴുതി ആ പ്രിന്റ് ഔട്ടിനൊപ്പം സൂക്ഷിക്കുക എന്നുള്ള കാര്യം മറക്കാതെ. കാരണം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. പാസ്വേഡ് മറന്നു ഒരു 10 പാസ്വേഡ് കൊണ്ടുവരും. കീമിന്റെ ഇത് തുറക്കാൻ വേണ്ടി കീമിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പാസ്വേഡ് പറയും, അശ്വതി @123. വരുന്നില്ല. എന്നാ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് അടിച്ചു നോക്കും മാഡം. ഓക്കെ, ക്യാപിറ്റൽ അടിച്ചു, ഇല്ല. അശ്വതി @*23 അടിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഹാക്ക് ആവാനും ഇതാവാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പാസ്വേഡ് ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പാസ്വേഡ് ഇപ്പൊ അപേക്ഷിച്ച കുട്ടികളും ഇനി അപേക്ഷിക്കുന്ന കുട്ടികളും ചെയ്യാനുള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ് വളരെ കൃത്യമായി എന്താണോ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തത് അത് ക്യാപിറ്റൽ ലെറ്ററിലും, എന്താണോ സ്മോൾ ലെറ്ററിൽ കൊടുത്തത് അത് സ്മോൾ ലെറ്ററിലും ആയിക്കൊണ്ട് തന്നെ എഴുതി നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ആ കാര്യത്തിൽ പ്രത്യേകം ഓരോ കുട്ടിയും ഒരു ശ്രദ്ധ പുലർത്തുന്നത് തന്നെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഈ 5 പ്രോസസ്സുകൾ. ഇനി ഈ 5 പ്രോസസ്സ് ചെയ്യും ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ യൂസർ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു കുട്ടി ആദ്യം ലോഗിൻ ചെയ്ത് കയറും, എന്നിട്ട് പേരടിക്കും, ഇപ്പോഴാണ് ഫോൺ നമ്പർ അടിക്കേണ്ടത്. ഏത് ഫോൺ നമ്പറാണ് അടിക്കേണ്ടത് അമ്മേ? അപ്പൊ അമ്മ പറയും എന്റേത് കൊടുക്കണ്ട എന്ന് അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ്റെ നമ്പർ എനിക്ക് കാണാതെ ഓർമ്മയില്ലല്ലോ. അപ്പൊ അച്ഛൻ്റെ നമ്പർ നോക്കി വന്നു, അപ്പോഴേക്കും സൈറ്റ് ഹാങ് ആയി, വീണ്ടും റീ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കരുതി വേണം ഈ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി, അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിൽ കരുതി ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്. ആദ്യം വേണ്ടത് നമ്മുടെ അടുത്ത് ഫോണിലല്ല, എൻ്റെ ഫോൺ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫോണാണ്, ഞാൻ ഈ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് പകരം ഫോണിൽ ചെയ്താൽ പോരാ, ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണിന്റെ സൗകര്യങ്ങൾ ഉള്ള ഒരു ടാബോ നിങ്ങൾ കരുതിയിരിക്കണം. പിന്നെ അതും നല്ല ഒരു ഇന്റർനെറ്റ് കണക്ഷനും, ഒരു റേഞ്ച് ഉള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും, എപ്പോഴും കട്ടാവാതെ ഒരു ഇന്റർനെറ്റ് കണക്ഷനും. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് ഡോക്യുമെന്റ്സ് ആണ്. ഡോക്യുമെന്റ്സ് ആയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ, ആരാണോ അപേക്ഷിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ഒരു ഫോട്ടോ കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളർ ഫോട്ടോയോ എടുക്കാം. കൃത്യമായി മുഖം, കണ്ണ്, മൂക്കൊക്കെ വളരെ കൃത്യമായിട്ട് കാണുന്ന ഫോട്ടോ ആണ് വേണ്ടത്. ആ ഫോട്ടോക്ക് ഒരു പ്രത്യേക സൈസ് ഉണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഫോട്ടോഗ്രാഫറോട് പറയണം, എനിക്ക് കീമിനെ അപേക്ഷിക്കാനാണ് 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും ഉള്ള ഒരു ഫോട്ടോയാണ്. അതും 100 KB എബവ് കൂടാൻ പാടില്ല, 15 KB കുറയാനും പാടില്ല. ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കൃത്യമായിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് എടുത്തു തരും. അപ്പൊ പിന്നെ വേറെ പണികളൊന്നും ഇല്ലാതെ തന്നെ അതിനങ്ങോട്ട് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കൃത്യമായ ഫോട്ടോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വന്നു തുടങ്ങും, നിങ്ങളുടെ ഫോട്ടോ ചെയ്തത് കൃത്യമായിട്ടുള്ള സൈസ് അല്ല, വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് വേണ്ടത് ആ കുട്ടിയുടെ സിഗ്നേച്ചർ വേണം. അപേക്ഷിക്കുന്ന കുട്ടി ആരാണോ ആ കുട്ടിയുടെ ഒരു ഒപ്പും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടോ. അതിന് വേണ്ടത് ഈ ഒപ്പിനെ നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കാന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ ഇങ്ക് കൊണ്ടോ ബ്ലാക്ക് ഇങ്ക് കൊണ്ടോ സിഗ്നേച്ചർ ചെയ്ത് അതിനെ ഫോട്ടോ ആക്കി മാറ്റുക. ആ ഫോട്ടോയും ഒരു കൃത്യമായ ഒരു സൈസ് ഉണ്ട്. അതാണ് അതിന് 150 പിക്സൽ വിഡ്ത്ത് ആൻഡ് 100 പിക്സൽ ഹൈറ്റ്. 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും വെച്ചുകൊണ്ടുള്ള ഒരു സിഗ്നേച്ചറിന്റെ ഫോട്ടോയും വേണം. അതും സെയിം തന്നെ 10 KB-ക്കും 100 KB-ക്കും ഉള്ളിൽ, 10 KB-ക്കും 100 KB-ക്കും ഉള്ളിലാണ് വേണ്ടത്. അപ്പൊ ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി ആക്കി കയ്യിൽ സൂക്ഷിക്കണം അപ്ലിക്കേഷൻ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ്. പിന്നെ വേണ്ട ഒരു കാര്യമാണ് വാലിഡ് ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി കുട്ടിയുടെ ഇമെയിൽ ഐ ഡി തന്നെ ആവുന്നതാണ് ഏറ്റവും ഉചിതം. അതല്ലെങ്കിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്ന പാസ്വേഡ് ഓർമ്മയുള്ള, പേരിന് അവിടെ അക്ഷയ സെന്ററിൽ പോയിട്ട് അന്നേരം ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം. അത് ഏതോ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു ഇമെയിൽ ഐ ഡി ആയിരുന്നു, അത് പേരിന് കൊടുക്കാതിരിക്കുക. ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും, ഇത് രണ്ടും ഇത്ര കൃത്യമായിട്ട് വാലിഡ് ആവണം എന്ന് പറയുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം
ഈ കുട്ടി എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ ഇൻഫർമേഷൻസ് വരുന്നത് ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ആയിട്ടും, ആ മെസ്സേജുകൾ നമ്മൾ കാണാതെ പോകും. ഇന്ന് മെസ്സേജുകൾ നോക്കുന്നത് ഒരു പഴഞ്ചൻ രീതിയാണ് അല്ലെ, കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പം ഇമെയിൽ ഐ ഡിയിലാണ് പിന്നെ നമ്മൾ നോക്കാൻ സാധ്യത ഉള്ളത്. അപ്പം ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ കൃത്യമായ ഇമെയിൽ എടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോയോ സിഗ്നേച്ചറോ നിങ്ങൾ കൊടുത്തത് കൃത്യമായിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരികയാണ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ കറക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കറക്റ്റ് ഫോട്ടോ സൈസ് അപ്ലോഡ് ചെയ്യണമെന്ന് വേണ്ട ഒരു ഇമെയിൽ വരുമ്പോൾ ആ ഇമെയിൽ നമ്മൾ കാണാതെ പോയാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആവും. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമ്പോഴാണ് പിന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒന്നും ഉണ്ടാവാത്ത വിവരം നിങ്ങൾ അറിയുള്ളൂ. വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരു കുട്ടി എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് അറിയുമ്പോഴൊക്കെ വലിയ ഇത് മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളാണ് ഈ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒപ്പം ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ ഇതാക്കി വെച്ചു. അത് രണ്ടും JPEG ഫോർമാറ്റിലാണ് ആക്കേണ്ടത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഡോക്യുമെന്റ്സുകൾ PDF ഫോർമാറ്റിലാണ് പിന്നീട് വരുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ അപ്ലിക്കേഷനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ട 2 ഡോക്യുമെന്റ് ആണ്. ഒന്ന് നേറ്റിവിറ്റിന്റെ പ്രൂഫും വേറൊന്ന് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫും. ഈ 2 പ്രൂഫുകളുടെ കാര്യത്തിലും കേരള സിലബസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ 10th മാർക്കിൽ 10th സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളം മതിയാവും. 10th സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ പിന്നെ വേറൊരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റോ വേറൊരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ വേണ്ട. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുടെ 10th അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് 2നും പ്രൂഫായിട്ട് നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടി ഇതിന് 2നും കൂടെ ആ ഒരു പ്രൂഫ് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേ സ്ഥാനത്ത് CBSE ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ ഡേറ്റ് ഓഫ് പ്ലേസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ അവർ സെപ്പറേറ്റ് നേറ്റിവിറ്റി പ്രൂഫ് തന്നെ വേറെ എടുത്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ അവകാശപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ടുന്ന സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്താണ്? നോൺ ക്രീമിലെയർപ്പെട്ട കുട്ടികൾ അത്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട കുട്ടികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ കുട്ടികൾക്ക് EWS സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരു കുട്ടി അപ്ലോഡ് ചെയ്യണം. പിന്നെ വേണ്ടത് സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിം. സ്പെഷ്യൽ റിസർവേഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് സ്പോർട്സ് കോട്ട ഉണ്ടോ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോട്ടകളുണ്ടോ, NCC ആണോ, എക്സ് സർവീസ് മാൻ ആണോ, വേറെ ആയുർവേദ ഡിഗ്രി ഉള്ള കുട്ടികളാണോ, ഹോമിയോ ഡിഗ്രി ഉള്ള ആളാണോ, ഇതൊക്കെയാണ് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി കുട്ടികൾ. ഇവരൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ ഫോം അപ്ലോഡ്. ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, സ്പെഷ്യൽ റിസർവേഷൻ, ഇൻകം സർട്ടിഫിക്കറ്റ്. പിന്നെ എന്തെങ്കിലും അവർക്ക് എക്സ്ട്രാ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലിക്കേഷൻ സമയത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റുകളും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 21-ാം തീയതി തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് കിട്ടാൻ താമസം എടുത്താൽ നമുക്ക് 30-ാം തീയതി വരെ സമയമുണ്ട് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇത് 30-ാം തീയതി വരെ സമയം എടുത്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സാവകാശം കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആലോചിച്ച് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമ്മൾ കീമിലേക്ക് വേണ്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങേണ്ടത്. അവിടെ നിന്ന് വാങ്ങി ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ട പ്രോസസ്സ്. ഫീ നമുക്ക് 2 തരത്തിൽ അടയ്ക്കാം. ഒന്ന് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട്, വേറൊന്ന് ചലാൻ പേയ്മെന്റ് ആയിട്ട്. ഓൺലൈൻ പേയ്മെന്റ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ചെയ്യാം. ചലാൻ പോസ്റ്റ് ഓഫീസുകളിൽ ആണ്, ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഓരോ കുട്ടികളുടെ ഏരിയകളിലും ഇത്ര പോസ്റ്റ് ഓഫീസുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ ഏരിയ ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് ആ പോസ്റ്റ് ഓഫീസുകളിലും ഫീസ് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസ് ഫീ പേയ്മെന്റിനേക്കാളും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ നല്ലത് ഓൺലൈൻ ഫീ പേയ്മെന്റ് തന്നെയാണ്. നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ചെയ്യാം. ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാനാണെങ്കിലും നമുക്ക് കാശ് വരുന്നത് എഞ്ചിനീയറിംഗും ബിഫാമും രണ്ടിൽ ഏതെങ്കിലും 1ഓ 2ഓ അപേക്ഷിക്കുന്ന കുട്ടി ജനറൽ കാറ്റഗറിക്കാർ, OBC കാറ്റഗറിക്കാർ 700 രൂപയും SC കാറ്റഗറിക്കാർ 300 രൂപയുമാണ് ഉള്ളത്. അതുപോലെ മെഡിക്കലോ
ആർക്കിടെക്ചറും മെഡിക്കലും അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വേണ്ട ആളുകൾ 700 രൂപയാണ്, 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർ, OBC-ക്കാർ, SC-ക്കാർ 200 രൂപയും. ഇതെല്ലാം കൂടെ വേണ്ട ആളുകളാണെങ്കിൽ നമുക്ക് 900 rupees. രണ്ടും വേണം, എഞ്ചിനീയറിംഗ് വേണം, ഫാർമസി വേണം, മെഡിക്കൽ അലൈഡും വേണം, ആർക്കിടെക്ചറും വേണം എന്നുള്ള ആളുകൾ 900 rupees ആണ് അടയ്ക്കേണ്ടത്. ഇത് കൂടാതെ ദുബായിലും ഒരു സെന്റർ ഉണ്ട് നമുക്ക് കീമിനായി. കീമിലെ ദുബായ് സെന്ററിലേക്ക് അപേക്ഷിക്കേണ്ട കുട്ടി 12,000 രൂപയും ഒപ്പം ഏതാണോ ആ കുട്ടിയുടെ കാറ്റഗറിയിൽ വരുന്ന ഫീസ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 12,000 പ്ലസ് 900 12,900 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത് രീതിയിലാണ് ഫീസ് അടയ്ക്കാനുള്ളത്. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പാർട്ടിൽ നമുക്ക് എക്സാം അറ്റ് എ ഗ്ലാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കീം എൻട്രൻസ് എക്സാമിനേഷന് 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, പേപ്പർ 2 മാത്തമാറ്റിക്സ്. അതിൽ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫാർമസിക്കും കൂടെ ഉൾപ്പെടുത്തുന്നത്, ഫാർമസി കോഴ്സിനും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതിൽ 120 ചോദ്യങ്ങൾ, 2.5 മണിക്കൂർ സമയത്തിനുള്ളിൽ 120 ചോദ്യങ്ങളാണ് പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഈ 120 ചോദ്യത്തിൽ 60 ചോദ്യം കെമിസ്ട്രിയിലും 60 ചോദ്യം ഫിസിക്സിലും അല്ല. ഫിസിക്സിൽ 72 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ 48 ചോദ്യങ്ങളുമായിട്ടാണ് പേപ്പർ 1-നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്കും, ഒരു നെഗറ്റീവ് റോങ് ആൻസറിന് 1 നെഗറ്റീവ് മാർക്കും, 1 മാർക്ക് നെഗറ്റീവ് ആയിട്ടും പോകുന്നു. അപ്പം 72ഉം 48ഉം 120 ടോട്ടൽ ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വീതം 480 ഒരു പേപ്പർ 1-ല് മാർക്ക്. ഇതില് പേപ്പർ 1-ലെ ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് മാത്രം നോക്കിയിട്ടാണ് ഫാർമസിക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് എടുക്കുന്നത്. അപ്പൊ ഫാർമസിയിലും ഈ 72 ഫിസിക്സും 48 കെമിസ്ട്രി ക്വസ്റ്റ്യൻസും ആണ് എഴുതാനുണ്ടാവുന്നത്. പക്ഷെ വെയിറ്റേജ് ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രിയിലെ വെയിറ്റേജ് കണക്കിലെടുത്തിട്ട് റാങ്ക് ഇടും. കെമിസ്ട്രിയിൽ ആ കുട്ടിക്ക് മാർക്ക് കൂടുതൽ നോക്കിയിട്ട് ഒരു പ്രത്യേക തരത്തിൽ അവർ കീം വെയിറ്റേജ് എടുത്തുകൊണ്ട് കെമിസ്ട്രിയിലെ മാർക്കിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഫാർമസി റാങ്ക് കീം നോട്ടിഫൈ ചെയ്യും. ദെൻ പേപ്പർ 2 കീമിലെ പേപ്പർ 2 ആണ് മാത്തമാറ്റിക്സ് ആണ് പേപ്പർ 2 ആയിട്ട് വരുന്നത്. പേപ്പർ 2-നും സെയിം പേപ്പർ 1 പോലെ തന്നെ 120 ചോദ്യങ്ങളും 2.5 മണിക്കൂർ സമയം. 120 ചോദ്യം 2.5 മണിക്കൂർ സമയമാണ്. ഓരോ കറക്റ്റ് ആൻസറും 4 മാർക്കും, ഒരു റോങ് ആൻസറിന് 1 മാർക്ക് നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ 480 മാർക്ക്. അങ്ങനെ കീമിന്റെ 2 പരീക്ഷകളും, എഞ്ചിനീയറിംഗ് കോഴ്സിന് വേണ്ടി 2 പരീക്ഷകളും എഴുതുന്ന കുട്ടി 960 മാർക്കിലാണ് ടോട്ടൽ മാർക്ക് ഇടുന്നത്. ഫാർമസി മാത്രം വേണ്ട കുട്ടിക്ക് 480, ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും മാർക്ക് 480-ലാണ് മാർക്ക് ഇടുന്നത്. കീം മാർക്ക് നിശ്ചയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അപ്ലിക്കേഷൻ ആൻഡ് എക്സാം പ്രോസസ് ഒരു ഓവറോൾ അറ്റ് എ ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് വരുന്നതാണ് നമ്മൾ എന്തിനൊക്കെയാണ് കീം ഉപകരിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങൾക്കാണ് കീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏതെല്ലാം കോഴ്സുകളാണ് അതിൽ വരുന്നത്. പലതരത്തിലുള്ള സംശയങ്ങളാണ് കുട്ടികൾക്ക്. കീമിന് അപേക്ഷിക്കാൻ പറയുന്നുണ്ട് എന്നോട്. ഞാൻ MBBS-നാണ് പോകുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് കീം അപേക്ഷിക്കുന്നത് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഫാർമസിക്ക് കീം എഴുതേണ്ടതുണ്ടോ ചില കുട്ടികളുടെ ചോദ്യമാണ്. ആർക്കിടെക്ചറിന് ഞാൻ അപേക്ഷിക്കുമ്പം ആർക്കിടെക്ചർ സെന്റർ കൊടുക്കാൻ കാണുന്നില്ലല്ലോ. ഇങ്ങനെ മെഡിക്കലില് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സ് കാണുന്നില്ല, അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ എനിക്ക് അഗ്രികൾച്ചർ എന്ന് പറയുന്നിട്ട് കാണുന്നില്ലല്ലോ. ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ പല കുട്ടികളും വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ കീം ഉപയോഗിക്കുന്നത് എന്ന്. ഓക്കെ, ഹലോ, മുറിഞ്ഞു പോയോ? ഇപ്പൊ റെഡിയാണ്. റെഡി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കോഴ്സുകളിലാണ് നമ്മള് കീം എന്തിനു വേണ്ടി, ഏതെല്ലാം കോഴ്സുകളിലേക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കീം ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് നോക്കാം. കീമിന് വേണ്ടി നമ്മൾ ഒന്ന് കീം അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് കോഴ്സസ്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നമ്മൾ കീം ഉപയോഗിക്കുന്നു. പിന്നെ അഡ്മിഷൻ ടു ഫാർമസി കോഴ്സസ്, ഫാർമസി കോഴ്സുകളിലേക്കും കീമാണ് ഉപയോഗിക്കുന്നത്.
ഈ 2 കോഴ്സുകളിലേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ കീമിനെ ഉപയോഗിക്കുന്നത്, കീം എങ്ങനെയൊക്കെയാണ് കീം ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 കോഴ്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ഫാർമസി കോഴ്സുകളിലേക്കും കീം അപ്പിയർ ചെയ്യൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എഴുതലും അപ്പിയർ ചെയ്യലും വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം. നിർബന്ധമായിട്ട് നമ്മൾ പരീക്ഷ എഴുതണം. അപേക്ഷിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഫാർമസി കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ സാധ്യമാവും. പിന്നെ കീമും നെക്സ്റ്റ് വരുന്നത് അഡ്മിഷൻ ടു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ്. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളിലേക്ക് നമുക്ക് കീമിന്റെ അഡ്മിഷൻ കീമിലൂടെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ആൻഡ് ഓൾസോ അഡ്മിഷൻ ടു ആർക്കിടെക്ചർ കോഴ്സ്. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും നമുക്ക് കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇത് രണ്ടിനും നമുക്ക് എഞ്ചിനീയറിൽ നിന്നും ഫാർമസികളിൽ നിന്നും വ്യത്യസ്തമായി ഈ 2 കോഴ്സുകളിലേക്കും കീം പരീക്ഷ നടത്തുന്നില്ല. ഇത് എന്തിനാണ് പിന്നെ ഉപയോഗിക്കുന്നത്? ഓൺലി ഫോർ അലോട്ട്മെന്റ് പ്രോസസ്. അലോട്ട്മെന്റിന് വേണ്ടി മാത്രം, റാങ്കിങ് സിസ്റ്റവും അലോട്ട്മെന്റിനും വേണ്ടി മാത്രമാണ് പിന്നെ ഈ 2 കോഴ്സുകളിലേക്കും കീം ഉപകരിക്കുന്നത്. അപ്പം എഞ്ചിനീയറിംഗും ഫാർമസിയും വേണ്ട ആളുകൾ മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. മെഡിക്കൽ ആൻഡ് അലൈഡ് ആൻഡ് ആർക്കിടെക്ചർ കോഴ്സുകളിൽ ആരും പരീക്ഷ എഴുതുന്നില്ല. പക്ഷെ കേരളത്തിൽ താഴെ പറയുന്ന ധാരാളം കോഴ്സുകളും സീറ്റുകളും കിട്ടണമെങ്കിൽ, ലഭ്യമാവണമെങ്കിൽ ആ കുട്ടി ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് നിർബന്ധമായും ഇങ്ങനെയുള്ള ഒരു അവയർനെസ്സുകൾ തന്നെ കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ അറിയാത്തതിന്റെ പേരിൽ മിസ്സാവാറുള്ള, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും മിസ്സാവാറുള്ള കുട്ടികൾ ഓരോ വർഷവും കാണാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മെഡിക്കൽ വേണം, MBBS പെട്ട മെഡിക്കലുകളിൽ പെട്ട ഒരു കോഴ്സ് വേണം, ഇനി പറയുന്ന കോഴ്സുകൾ ഒരു കോഴ്സ് വേണം എന്നുള്ള കുട്ടികൾ കീം തീർച്ചയായും അപ്ലൈ ചെയ്ത. എന്തൊക്കെയാണ് ഇനി കീം അപ്ലൈ ചെയ്ത് വരുന്ന അപ്ലിക്കേഷൻ മാത്രം ആവശ്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ അപ്പം എല്ലാവരുടെ മനസ്സിലും ഒരു സംശയമുണ്ട്, ഈ അപ്ലിക്കേഷൻ വേണ്ട മാത്രം വേണ്ടുന്ന കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്? അപ്ലിക്കേഷൻ വേണ്ട കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തുന്നത് നിങ്ങൾക്കറിയാം. നീറ്റ് എക്സാമിനേഷൻ, നീറ്റാണ് എൻട്രൻസ് എക്സാമിനേഷൻ. നീറ്റ് വഴി മാത്രമാണ് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. നീറ്റിന് സമയമായിട്ടില്ല വിളിക്കാൻ സമയത്ത് കുറച്ചുകൂടെ പത്രങ്ങളിലും അല്ലാത്ത രീതികളിലും സിജിയുടെ വെബ്സൈറ്റുകളിൽ CGCareer.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റുകളിലൊക്കെ അതാത് സമയത്ത് വിളിക്കുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷനുകളുടെ നോട്ടിഫിക്കേഷൻസും ഇടാറുണ്ട്. ആ നോട്ടിഫിക്കേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഇനി റാങ്കിങ്ങിന് വേണ്ടിയും അലോട്ട്മെന്റിന് വേണ്ടിയും ഉപയോഗിക്കുന്ന കീമിനെ ഉപയോഗിക്കുന്ന കോഴ്സുകൾ ആണ് താഴെ പറയുന്ന കോഴ്സുകൾ. ഒന്ന് MBBS, നിങ്ങൾക്കറിയാം, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. നെക്സ്റ്റ് ബാച്ചിലർ ഓഫ് ഡെന്റൽ സയൻസ്, ദെൻ ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി, ദെൻ ബാച്ചിലർ ഓഫ് ഹോമിയോ മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. പിന്നെ പുതിയ 3 കോഴ്സുകൾ, പുതിയതല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. അതിൽ പുതിയ കോഴ്സാണ് BTech ബയോടെക്നോളജി. ഈ കോഴ്സുകളാണ് കീമിനെ അലോട്ട്മെന്റിന് വേണ്ടിയും റാങ്കിങ് പ്രോസസ്സിന് വേണ്ടിയും ഈ കോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇവർക്ക് കീം എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ, BSc ഫിഷറീസ് ആൻഡ് BSc ഫോറസ്റ്റ്, ഇത്രയും കോഴ്സുകൾ കീമിനെ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനും റാങ്കിങ് പ്രോസസ്സിനും വേണ്ടിയാണ് കീമിനെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകൾ എങ്ങനെ ഒരു കീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രമാണ് ഈ ഓരോ കോഴ്സുകളിലും ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ കോളേജുകളുടെയും സീറ്റുകളുടെയും ഒരു കൃത്യത കൂടെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം മനസ്സിലാവുള്ളൂ. അല്ല ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ട് അതുവഴി മതി എനിക്ക് എന്നുള്ളതിനേക്കാൾ ഏറെ നമുക്ക് അറിയണമെങ്കിൽ ആ സീറ്റുകളും കോളേജുകളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനാണ് നമുക്ക് MBBS സീറ്റ്, നമ്മൾ ഒന്നാമതായി പറഞ്ഞ കോഴ്സ് MBBS ആണ്. MBBS സീറ്റ് കോഴ്സിന് കേരളത്തിൽ 10 ഗവൺമെന്റ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. 10 ഗവൺമെന്റ് കോളേജുകളിലായി 1555 ടോട്ടൽ MBBS സീറ്റിന് വേണ്ടി കീം അപേക്ഷിച്ചാൽ അതിലെ 15% സീറ്റ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം കീം അപേക്ഷിച്ചാൽ മാത്രമേ ഒരു കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് നമ്മളെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്താണ്. 250 സീറ്റ് വീതമാണുള്ളത്. ആലപ്പുഴ 175, തൃശ്ശൂർ 175, എറണാകുളം 100, കോഴിക്കോട് 250, തിരുവനന്തപുരം 250, കൊല്ലം 110, കണ്ണൂർ 100, കോട്ടയം 175, മലപ്പുറം 110, പാലക്കാട് 100. ഇങ്ങനെ 1555 ടോട്ടൽ MBBS സീറ്റുകളിലേക്ക് വേണ്ടി
അഡ്മിഷന് വേണ്ടിയും കേരള മെഡിക്കൽ റാങ്കിന് വേണ്ടിയും നമ്മൾ കീം അപേക്ഷിക്കണം. അതുപോലെ തന്നെ 19 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലായി 2350 സീറ്റാണ് MBBS ഉള്ളത്. 2350 MBBS സീറ്റുകളിൽ ഇതിൽ 15% പോകുന്നില്ല. ഇതിലെ മുഴുവൻ സീറ്റുകൾക്കും കീം അപേക്ഷിച്ചാൽ മാത്രമേ ഒരു കുട്ടിക്ക് സാധ്യമാവുള്ളൂ. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിൽ വരുന്ന കോഴ്സ് മെഡിക്കൽ കോഴ്സുകൾ വരുന്നത് ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി. അതിന് വരുന്നത് 6 ഗവൺമെന്റ് കോളേജുകളിലായി 300 BDS സീറ്റ്. 6 ഗവൺമെന്റ് കോളേജുകളിലാണ് നമുക്ക് BDS കോഴ്സ് ലഭ്യമായിട്ടുള്ളത്. അത് 300 ടോട്ടൽ സീറ്റ് ഉണ്ട്. അതുപോലെ 19 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലായി 1610 BDSന്റെ സീറ്റും. ഈ സീറ്റുകളിലും അതിൽ 6 ഗവൺമെന്റ് കോളേജുകളിലെ 15% സീറ്റ് ഒഴികെ ബാക്കി വരുന്ന സീറ്റുകളും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ സീറ്റുകളിലേക്കും കീം അപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അപ്ലൈ ചെയ്യാനും സീറ്റ് എടുക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറിയിലേക്ക് നമുക്കുള്ളത് 3 ഗവൺമെന്റ് കോളേജുകളും കീമിന്റെ കീഴിൽ 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളുമാണുള്ളത്. 3 ഗവൺമെന്റ് കോളേജുകളിലും 2 എയ്ഡഡ് കോളേജുകളിലും 5 കോളേജുകളിലായി 364 ആയുർവേദ സീറ്റ്, ഗവൺമെന്റ് കാറ്റഗറിയിൽ 364, 12 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലായി 700ഓളം ടോട്ടൽ സീറ്റുമാണ് നമുക്കുള്ളത്. ആയുർവേദ കോഴ്സ് പഠിക്കുന്നവർക്ക് സംസ്കൃത് പഠിച്ച കുട്ടികൾക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. അപ്പോഴാണ് കീം ഇടുന്ന റാങ്കിൽ ആയുർവേദ റാങ്ക് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് റാങ്ക് വരാൻ കാരണം സംസ്കൃത് പഠിച്ച കുട്ടികൾക്ക്, സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജോ ഫസ്റ്റ് ലാംഗ്വേജോ ആയി പഠിച്ച കുട്ടികൾക്ക് ഒരു വെയിറ്റേജ് കിട്ടാണ്ട്. കാരണം ആയുർവേദയിലുള്ള വേർഡിങ്സ് സംസ്കൃതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അത് പഠിച്ച കുട്ടികൾക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പം ആയുർവേദ റാങ്ക് ഇടുമ്പം അത് വരും. അത് അപ്ലിക്കേഷൻ പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾക്ക് സംസ്കൃത് പഠിച്ചിട്ടുണ്ടോ, ആർ യു സ്റ്റഡീഡ് സാൻസ്ക്രിറ്റ് ഓൺ യുവർ ഹയർ സെക്കൻഡറി ചോദിച്ചാൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആണ് ആ സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ സംസ്കൃതം പഠിച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം വെയിറ്റേജ് സംസ്കൃത് ആസ് എ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ആയുർവേദ കിട്ടും. പിന്നെ മെഡിക്കലിൽ വരുന്ന കോഴ്സ് ബാച്ചിലർ ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി 2 ഗവൺമെന്റ് കോളേജുകളിലും 3 എയ്ഡഡ് കോളേജുകളിലുമായി 315 ടോട്ടൽ സീറ്റ്. ഇതിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളില്ല. ഹോമിയോക്ക് നമുക്ക് 5 ഗവൺമെന്റ് കോളേജുകൾ തന്നെയാണ്. അതിൽ 3 എയ്ഡഡ് ആണ്, ഫുള്ളി ഗവൺമെന്റ് 2. ഓക്കെ, പിന്നെ ബാച്ചിലർ സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി ഒരു കോളേജിൽ, തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ 50 സീറ്റ്. യുനാനി മെഡിസിൻ ആൻഡ് സർജറി കോഴിക്കോട് മർക്കസിൽ ഒരു കോളേജ് 60 സീറ്റ്. അവിടെ അതേപോലെ ഉറുദു ആസ് എ സബ്ജക്ട് പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു പ്രൈവറ്റ് കോച്ചിങ് സെന്റർ എന്താ പറയാ കരിയർ ഗൈഡൻസ് സെന്ററിൽ പോയിട്ട്, അറിയപ്പെടുന്ന കോഴിക്കോടുള്ള ഒരു പ്രൈവറ്റ് കരിയർ ഗൈഡൻസ് സെന്ററിൽ പോയി ഒരു കുട്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു വന്നു. കഴിഞ്ഞ വർഷം എല്ലാം ഓൺലൈൻ ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, ആ കുട്ടി ചെയ്തു കഴിഞ്ഞു. അപ്പം എല്ലാ മെഡിക്കൽ സീറ്റും വേണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി എല്ലാ മെഡിക്കൽ സീറ്റും ചെയ്തു. എല്ലാ മെഡിക്കൽ സീറ്റും വളരെ താഴ്ന്ന റാങ്കാണ്, കാറ്റഗറി SC കാറ്റഗറിയാണ്. അപ്പം അവിടുന്ന് അവളോട് ചോദിച്ചു എല്ലാ മെഡിക്കൽ സീറ്റുകളും വേണ്ട, എല്ലാ മെഡിക്കൽ സീറ്റുകളും വേണം. എന്നാൽ എല്ലാ മെഡിക്കൽ സീറ്റും അവരെല്ലാ മെഡിക്കൽ സീറ്റും കൂടെ തന്നെ MBBS, BDS, ആയുർവേദ, സിദ്ധ, ഹോമിയോ എല്ലാം കൊടുത്തു. ലാസ്റ്റ് യുനാനി കൊടുത്തു. ആ കുട്ടിക്ക് യുനാനി കിട്ടാനുള്ള റാങ്കേ ഉള്ളൂ. അത്രയും താഴ്ന്ന റാങ്കാണ്, ജസ്റ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പൊ ആ യുനാനി കിട്ടി അഡ്മിഷൻ എടുത്ത് കോളേജിൽ പോയപ്പോഴാണ് അറിയുന്നത് ഉറുദു ഇല്ലാതെ യുനാനി പഠിക്കാൻ പറ്റൂല. അങ്ങനെ ആവുമ്പോഴാണ് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാറുണ്ട് സാധാരണഗതിയിൽ. അറിയുന്ന ആളുകൾ പോലും അങ്ങനെ തെറ്റുവരുത്താറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. അപ്പൊ നിങ്ങൾക്ക് പറയാം അവരെല്ലാം വേണോന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം യുനാനി വേണ്ട, ഞാൻ ഉറുദു പഠിച്ചിട്ടില്ല, എനിക്ക് ഉറുദു അറിഞ്ഞുകൂടാ, ഉറുദു പഠിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് യുനാനി വേണ്ട, ബാക്കിയുള്ളതെല്ലാം കൊടുത്തോളൂ എന്ന് നിങ്ങൾക്ക് ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് പറയാലോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പം യുനാനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്നതാണ് വെറ്റിനറി സയൻസ്. മെഡിക്കൽ കാറ്റഗറിയിൽ വരുന്ന അടുത്ത കോഴ്സാണ് വെറ്റിനറി സയൻസ്. 2 ഗവൺമെന്റ് കോളേജുകളാണ് ഇവിടെ നമുക്ക് വയനാടും തൃശ്ശൂരുമായിട്ട് 100 സീറ്റും 180 സീറ്റുമായിട്ട് ടോട്ടൽ 180 സീറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 43 സീറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് 30 സീറ്റ്, അഗ്രികൾച്ചറൽ കോളേജിൽ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ബിടെക് ബയോടെക്നോളജി 40 സീറ്റ്. ഇതാണ് ഈ കാറ്റഗറിയിൽ വരുന്ന മെഡിക്കൽ കാറ്റഗറി വരുന്ന സീറ്റുകൾ. ഇനി നമ്മൾ പറഞ്ഞ അലൈഡിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, അതിൽ അഗ്രികൾച്ചറിൽ 4 കോളേജുകളാണ് നമുക്കുള്ളത്. ഈ 4 കോളേജുകളിലെ 464 സീറ്റിൽ 15% സീറ്റ് ഓൾ ഇന്ത്യ വഴിയാണ്, ICAR എന്ന് പറയുന്ന പരീക്ഷ വഴിയും. ബാക്കി സീറ്റുകളെല്ലാം
കീമിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വഴിയാണ്. പരീക്ഷ നീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വഴിയാണ്. ഫോറസ്ട്രിയിലെ ഒരു കോളേജിലെ 33 സീറ്റ്, ഫിഷറീസിൽ ഒരു കോളേജിൽ 80 സീറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കോഴ്സുകൾ നമുക്ക് പരീക്ഷ എഴുതാതെ അപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയും റാങ്കിങ് പ്രോസസ്സിന് വേണ്ടിയുമാണ് നമ്മൾ കീമിനെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത കാറ്റഗറി കീം പരീക്ഷ എഴുതൽ മസ്റ്റായി എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ട് പേപ്പറുകളും 960 മാർക്കിന് വേണ്ടി നമ്മൾ എഴുതി വെയിറ്റ് ചെയ്യുന്ന കോഴ്സാണ് എഞ്ചിനീയറിംഗ് കോഴ്സസ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് 960 മാർക്കിന് വേണ്ടി നമ്മൾ കീം എഴുതണം. ഒപ്പം +2 മാർക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ മാർക്കും കൂടെ കൂട്ടി ആവറേജ് തുല്യമായ ആവറേജ് എടുത്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് എടുത്തത്. ഈ പ്രാവശ്യം ഒരു സ്പെഷ്യൽ ഇതൊക്കെ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് തീരുമാനത്തിന് വിട്ടിട്ടുണ്ട്. +2 ബാക്കിയുള്ള ബോർഡുകൾ നടത്താത്തത് കാരണം മാർക്ക് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമായിട്ടില്ല. എന്താ വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. അത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. ബാക്കി അവർ തീരുമാനിച്ചോട്ടെ. നല്ലത് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് മാർക്ക് ആഡ് ചെയ്യുന്നത് തന്നെയാണ്. ഈ പ്രാവശ്യം പ്രത്യേകിച്ചും അവർക്ക് ഫോക്കസ് ഏരിയകളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം ആ മാർക്കും കൂടെ ആഡ് ചെയ്ത് റാങ്ക് കുറച്ച് വരുന്നത്. പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ആൻഡ് കോളേജ്. എഞ്ചിനീയറിംഗ് കോഴ്സസ് കേരളത്തിൽ ഏകദേശം 40ഓളം എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ കോഴ്സ് ബ്രാഞ്ചുകളും കേരളത്തിലും ലഭ്യമാണ്. 40ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കേരളത്തിൽ ലഭ്യമാണ്. കോളേജുകളുടെ ഗ്രേഡിങ്ങിലാണ് നമുക്ക് കുറച്ച് ചെറിയൊരു പ്രശ്നം വരുന്നത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് IIT-കളിൽ കിട്ടാൻ, NIT-കളിൽ കിട്ടാൻ, IIIT-കളിൽ കിട്ടാൻ, അതുപോലുള്ള കോളേജുകളിൽ കിട്ടാൻ. ഇതെല്ലാം എല്ലാവർക്കും സാധ്യമല്ല. അപ്പം എനിക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള എക്സ്പ്ലോർ ചെയ്യാണ് നിങ്ങൾ ഓരോരുത്തരും പിന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇവിടുത്തെ കോളേജിൽ ആ കോഴ്സ് എടുത്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയയാണ് പ്രാക്ടിക്കൽ സൈഡ്. എന്നിരുന്നാലും അവിടെ നിന്നുള്ളൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അക്കാഡമിക് സൈഡിൽ വളരെ നല്ല രീതികൾ ചെയ്യാം. നിങ്ങളുടേതായ ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രൊജക്റ്റുകളും ഇന്റേൺഷിപ്പുകളൊക്കെ നിങ്ങളുടേതായ ഇനീഷ്യേറ്റീവ് ഓരോ ഏരിയകളിലേക്കുള്ള പ്രൊജക്ട് ചെയ്യാനും ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഓരോ സെമസ്റ്ററിലും എടുക്കാം. കോളേജിന് റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് 1 വീക്ക് സമയം കോളേജ് തരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മറ്റുള്ള കോളേജുകളിലെ കുട്ടികളെ പോലൊക്കെ തന്നെ നമുക്ക് ഉയർന്നു വരാൻ പറ്റും. അപ്പം ഏത് കോഴ്സ് IIT-യിൽ പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചോ അതെനിക്ക് IIT-യിലും കിട്ടിയില്ല, NIT-യിലും കിട്ടിയില്ല, അതിന് താഴെ വരുന്ന സ്ഥാപനങ്ങളിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് കേരളത്തിൽ അവസരമുണ്ട്. ആ കോഴ്സിന് നിങ്ങൾ കേരളത്തിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതികളിൽ പഠിച്ച് നിങ്ങളുടെ ഹയർ സ്റ്റഡിക്ക് വീണ്ടും PG വേണം. അതിനുവേണ്ടി നമുക്ക് ഇനി IIT-യിൽ പോകാം. വീണ്ടും അങ്ങനെ നിങ്ങളുടെ പ്ലാനിനെ ആ ഷോർട്ട് ടേം പ്ലാനിനെ അല്ലെങ്കിൽ ഈ പ്ലാനിനെ നിങ്ങൾ ലോങ് ടേം പ്ലാൻ ആക്കി സെറ്റ് ചെയ്യുക. ഷോർട്ട് ടേം ആയിട്ട് കേരളത്തിലേക്ക് വന്ന് ഇവിടുന്ന് പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 40ഓളം കോഴ്സുകളിൽ നിന്ന് ഒരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. മറ്റേ ചാൻസ് നമുക്ക് മിസ്സാണ്. ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാൻ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ. പിന്നെ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലേസ്മെന്റ്. വെറും പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ പോകുന്നതിന് പകരം പ്ലേസ്മെന്റ് ഒരു കമ്പനി തരുന്ന പ്ലേസ്മെന്റിനേക്കാൾ ആ കുട്ടിക്ക് സ്കിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തം പ്ലേസ്മെന്റുകൾ കണ്ടെത്താൻ പറ്റും. ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക. അതിനാണ് നിങ്ങൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി ബേസ്ഡ് പ്രൊജക്ട്സും ഇന്റേൺഷിപ്പും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കോളേജുകളെയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നമ്മളെ കോളേജുകൾ NIRF-ൽ വരുന്നില്ല, റാങ്കിങ്ങിൽ വരുന്നില്ല എന്ന് നമ്മൾ തന്നെ കാര്യം. നമ്മളാരും ഇവിടെ അത് വരുത്തും. കാരണം റാങ്കിങ്ങുകളിൽ കോളേജ് വരാൻ അക്കാഡമിക് കുട്ടികളുടെ റാങ്കിങ് സിസ്റ്റം ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മുടെ നല്ല കുട്ടികൾ ഇവിടെ ചേർന്ന് പഠിക്കണമല്ലോ. അപ്പൊ ആ രീതികളിലും കൂടെ ഒരു മാറി ചിന്ത നമുക്ക് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഫോറിൻ എക്സ്പോഷർ എടുക്കുന്നതും കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കാം. ഞാൻ അവസരോചിതമായി പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് 40ഓളം കോളേജുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഒരുപാട് ഡിമാൻഡ് വരുന്ന കോഴ്സുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. ആ കോഴ്സ് നമുക്കിവിടെ കേരളത്തിൽ പഠിക്കാനുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലാണ് artificial intelligence and data science, artificial intelligence and cyber security, artificial intelligence and computer science and
മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഡാറ്റാ സയൻസ്. ഇത് ഏറ്റവും ഡിമാൻഡ് വരുന്ന, ഇതിനു വേണ്ടി എവിടെയാണോ ഇത് കിട്ടുന്നത്, അത് ഏത് മോശം കോളേജ് ആയാലും ബാംഗ്ലൂരോ കോയമ്പത്തൂരോ പോയി പഠിക്കുന്ന പ്രവണതകളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ കോളേജുകളിലെ മാക്സിമം ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കാവുന്നത് നല്ലതാണ്. അപ്പം കീമിൽ ഒരു റാങ്ക് വന്നു കഴിഞ്ഞാലാണ് ഈ 37ഓളം കോഴ്സുകളിലേക്ക് ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കോളേജുകളിലും ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലോ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലോ പഠിക്കാം. 3 തരത്തിലുള്ള കോളേജുകളാണ് നമുക്കുള്ളത്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, പ്യുവർലി പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് തുടങ്ങിയ. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ 37 കോഴ്സുകളും എല്ലാ കോളേജുകളിലും ഉണ്ടാവില്ല. എല്ലാ കോളേജുകളിലുമായിട്ടാണ് ഇത്രയും കോഴ്സുകൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കോളേജുകളും അതിന്റെ സീറ്റുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ 9 എണ്ണമാണ്. ഈ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട് 3570 സീറ്റ് പ്യുവർ ഗവൺമെന്റ് കോളേജ്, 8225 രൂപ, 9000ന്റെ താഴെ ഫീസ് കൊടുത്ത ഒരു വർഷം ഫുൾ ഗവൺമെന്റ് ഫെസിലിറ്റികൾ ഉപയോഗിച്ച് പഠിക്കാൻ 3570 സീറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതേ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ എയ്ഡഡ് കോളേജിൽ 2030 സീറ്റും എഞ്ചിനീയറിംഗുകളിൽ ഇവിടെ ഉണ്ട്. പിന്നെ കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പകുതിയാണ് അവരുടെ കൺട്രോൾ ചെയ്യുന്നത് സർക്കാർ. അപ്പൊ പകുതി ഫീസ് സർക്കാരിന്റെ ഫീസും പകുതി ഫീസ് മാനേജ്മെന്റിന്റെ ഫീസുമായിട്ട് 6939 സീറ്റ് വിവിധ കോഴ്സുകളിലായി ഓരോ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ, മെറ്റലർജി, റോബോട്ടിക്സ്, മെക്കാട്രോണിക്സ്, ഇങ്ങനെ പറഞ്ഞു വരുന്ന കോഴ്സുകൾ എല്ലാം കൂടെ കൂടിയതാണ് ഈ 6939, 2030, 3570 ഒക്കെ. ഓക്കെ, പിന്നെ 131 സെൽഫ് ഫൈനാൻസുകൾ. ഈ 131 കോളേജുകൾ ആർക്കിടെക്ചർ കോളേജുകളും കൂടെ ഉൾപ്പെടെയാണ് 131 കോളേജുകൾ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങളായിട്ട് കുറച്ച് കൂടുതൽ സീറ്റുകൾ, 10-30,000 സീറ്റുകളോളം ഇവിടെ ഈ കോളേജുകൾ 131 കോളേജുകളിലായിട്ട് 10-28,000 സീറ്റുകളുണ്ട്. ഏതായാലും 131 കോളേജുകളിലായിട്ട് എഞ്ചിനീയറിംഗ്. അപ്പൊ പഠിക്കാൻ പുറത്തു പോവാൻ ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യം, അതല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, സീറ്റ് കിട്ടാത്ത പുറത്തുള്ള കോളേജിൽ അല്ലെങ്കിൽ IIT-ലോ NIT-ലോ സീറ്റ് കിട്ടാത്ത ഒരു പ്രശ്നം, ഇങ്ങനെയൊക്കെ വരുന്നു. എന്നാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലെ വളരെ റേറ്റ് കുറഞ്ഞ ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ മാക്സിമം അക്കാഡമിക് ഇത് ഉയർത്തിക്കൊണ്ട് പഠിക്കുക. ഒപ്പം ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എടുക്കുക എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റുകളും ഇന്റേൺഷിപ്പുകളും ഒക്കെ ഇൻഡസ്ട്രിയൽ ബേസിൽ ഇവിടെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെവലിൽ ഒന്ന്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ സൈഡ് വേണം. അത് നിങ്ങളുടെ ഇനീഷ്യേറ്റീവിൽ തന്നെ ഉയർത്തി വന്നാൽ തീർച്ചയായിട്ടും കോളേജും അതിന്റെ സംവിധാനം ഉണ്ടാക്കുന്ന അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കേരളത്തിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലാതെയും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജിയും 53, 33, ഈ 3 ഒക്കെ കഴിഞ്ഞ വർഷം വന്ന സീറ്റാണെന്ന് പറഞ്ഞാൽ EWS തന്നെ ഒരു പുതിയ കാറ്റഗറി വന്നല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീറ്റ് എക്സ്ട്രാ വേറെ കൂട്ടിക്കൊടുത്താണ് സർക്കാർ. 53, 33 അല്ലെങ്കിൽ 50, 30 ഒക്കെ ആയിരുന്നു ഈ സീറ്റ് ഉണ്ടായത്. അതുപോലെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഡയറി സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടി 4 കോളേജുകളിലായി 100 സീറ്റ് ഉണ്ട്. അതുപോലെ ഒരു കോളേജിൽ ഫുഡ് ടെക്നോളജി കോഴ്സ് ഉണ്ട്. ഡയറി സയൻസ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫുഡ് ടെക്നോളജിയുടെ ഒരു കോഴ്സിനും 20 സീറ്റ്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലും ഫുഡ് ടെക്നോളജിയുടെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്യുവർലി ഗവൺമെന്റ് കോളേജുകളാണ് കേട്ടോ. 40 സീറ്റ്. അപ്പൊ ഈ പ്യുവർലി ഗവൺമെന്റ് 9, 1, 10, 10, 5, 15, 1, 16, 17 ഗവൺമെന്റ് കോളേജുകളായി ഇവിടെ. പ്യുവർലി 17ഉം ഈ 3ഉം വരുമ്പം 20 പ്യുവർ ഗവൺമെന്റിന്റെ ബെനിഫിറ്റോട് കൂടി നമുക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, കോഴ്സുകൾ, സീറ്റിന്റെ എണ്ണം, അതിലേക്ക് വരുന്ന പരീക്ഷകൾ, ഈ കാര്യം നോക്കി നമ്മൾ. അപ്പൊ ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയാ, ചുള്ളിയും കോലുകളെ കയ്യിലുണ്ടാവും, പേനയും പെൻസിലും. അപ്പൊ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഒരു പൊസിഷൻ, നിങ്ങളുടെ സ്റ്റാറ്റസ് എവിടെ, എവിടെ ഞാൻ ചേരണം, എവിടെ ഞാൻ പഠിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട്, വേറെ പരീക്ഷകളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, വേറെ പരീക്ഷകളൊന്നും നിങ്ങൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരം ലഭ്യമോ. ഇനി നെക്സ്റ്റ് നമുക്ക് പോവാം.
ആർക്കിടെക്ചർ. ഇനി ഇത് എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞത് പരീക്ഷ വേണ്ട ഒരു ഏരിയ. ആർക്കിടെക്ചർ നമുക്ക് കീം ഉപയോഗിക്കുന്നത് ആർക്കിടെക്ചർ ഓൺലി ഫോർ അലോട്ട്മെന്റ് ആൻഡ് റാങ്കിങ് പ്രോസസ്സിനാണ്. മെഡിക്കൽ കോഴ്സുകളെ പോലെ തന്നെ നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടി നമ്മൾ കീം എഴുതേണ്ട ആവശ്യമില്ല. അലോട്ട്മെന്റിനും റാങ്കിങ്ങിനും വേണ്ടി മാത്രമാണ്. എങ്ങനെയാണ് ആർക്കിടെക്ചറിന്റെ ഒരു റാങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ NATA എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പരീക്ഷ കഴിഞ്ഞു, അല്ല ഒരു ടേം പരീക്ഷ കഴിഞ്ഞു, രണ്ടാമത്തെ പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷനും വന്നു, പരീക്ഷ ഡേറ്റും ഫിക്സ് ചെയ്തു പരീക്ഷയുടെ. അപ്പം NATA എന്നാണ് പരീക്ഷയുടെ പേര്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ. ഈ എഴുതേണ്ട പരീക്ഷ NATA ആണ്. ഒപ്പം എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും കൂടെ യോജിപ്പിച്ച് റാങ്ക് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം കീമിന് ഈ അപേക്ഷപ്പെട്ടത്. കുട്ടികൾ ചോദിക്കുന്നത് ഞാൻ ആർക്കിടെക്ചർ ആണ്, അതിന് എനിക്ക് കീം എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നാറ്റ് എഴുതിയിട്ടുണ്ട്, കീം അപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്പൊ കീം അപ്ലൈ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ കീം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള 4 ഗവൺമെന്റ് കോളേജുകളിലും 29 സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും ആർക്കിടെക്ചർ സീറ്റ് കിട്ടൂല. നാറ്റ മാത്രം എഴുതിയാൽ ഇവിടെ സീറ്റ് ഉണ്ടാവില്ല. കീം അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ആർക്കിടെക്ചറിന് നമുക്കിവിടെ 4 ഗവൺമെന്റ് കോളേജുകളാണ് ആർക്കിടെക്ചറിനുള്ളത്. 4 ഗവൺമെന്റ് കോളേജുകളിലായി 200 സീറ്റും 29 സെൽഫ് ഫൈനാൻസിങ് കോളേജുകളായി 1390 സീറ്റും ആർക്കിടെക്ചർ കോഴ്സിന് ഇവിടെ ഒരു കുട്ടിക്ക് പഠിക്കാൻ ലഭ്യമാണ്. നാറ്റ് എഴുതുന്നതോടൊപ്പം കീം അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രവേശനം സാധ്യമാവുകയില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് നമുക്ക് ഫാർമസി. ഫാർമസിക്ക് നമ്മൾ പരീക്ഷ എഴുതണം അല്ലെ? ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് ഫാർമസിക്ക്? കീമിന്റെ പേപ്പർ 1. കീമിന്റെ പേപ്പർ 1-ൽ 72 അല്ല ഫിസിക്സ് കെമിസ്ട്രിയിൽ 120 ചോദ്യങ്ങൾ, തുല്യ അനുപാതത്തിൽ 40 എങ്ങനെയായിരുന്നു? 72 and 48. 72 and 48. ഇന്റേത് 62 and ഇതാണോ എന്നുള്ളത്. 72, 48 ആയിരുന്നു മാർക്കിന് വേണ്ടത് അല്ലെ? അപ്പൊ ആ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആ 2 പരീക്ഷകളും നല്ല രീതികളിൽ പഠിച്ച് കുറച്ചും കൂടെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് ക്ലിയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫാർമസിയുടെ റാങ്കിന് വെയിറ്റേജ് ഉണ്ടാവും. അപ്പൊ കെമിസ്ട്രി വളരെ, കാരണം ഫാർമസിയിൽ പഠിക്കാനുള്ള സബ്ജക്റ്റും കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ഫാർമസി എടുക്കാൻ പോകുന്ന കുട്ടികളും കെമിസ്ട്രി താല്പര്യമുള്ള കുട്ടികളായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിലെ മാർക്കിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നല്ല രീതികൾ കവർ ചെയ്തുകൊണ്ട് കെമിസ്ട്രിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായി ഫാർമസി കോളേജുകളിലായി വളരെ കുറഞ്ഞ ഫീസിൽ 220 സീറ്റ് ഉണ്ട്, അത് ലഭിക്കും. പിന്നെ 52 സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ 2640 സീറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും ഫാർമസിക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും കോഴ്സുകളും കാര്യങ്ങളുമാണ് നമുക്ക് നീറ്റ് കീം വഴി നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ളത്. അതിൽ 2 കോഴ്സുകൾ 3 കോഴ്സ് 2 കോഴ്സുകൾക്കാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. ബാക്കി വരുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മൾ പറഞ്ഞു, ബാക്കി 12ഓളം 14ഓളം കോഴ്സുകൾ പറഞ്ഞു. ആ കോഴ്സുകളിലേക്കെല്ലാം നമ്മൾ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിക്കലും സീറ്റ് ലഭിക്കില്ല. സീറ്റ് ലഭിക്കണമെങ്കിൽ കേരളത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം കേരളത്തിലെ ഈ സീറ്റുകൾക്കാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക. നമുക്ക് ഇവിടുത്തെ സ്റ്റേറ്റ് വെയിറ്റേജും കൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ കൂടുന്നത്. ഓൾ ഇന്ത്യ സീറ്റിന് എല്ലാവർക്കും ഒരുപോലെ അവസരമാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾക്കും ഒരുപോലെ അവസരമാവുന്നുണ്ട്. നമ്മളുടെ അവസരങ്ങളും അതുപോലെ ഉണ്ടാവണം. അപ്പൊ ഇവിടുത്തെ സീറ്റുകൾക്കാണ് നമുക്ക് അവസരം കൂടുന്നത്. ആ സീറ്റ് കിട്ടണം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത്. അതും പരീക്ഷ അപേക്ഷണത്തിലെ രീതികളും നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്ക് വളരെ നല്ല രീതികൾ ഇനിയുള്ള 40 ദിവസം ഈ ഒരു എയിം മുന്നിൽ വെച്ചുകൊണ്ട്, ഏത് കോഴ്സ് ഏത് കോളേജിൽ ഇതിൽ പറയുന്ന ഏത് സീറ്റ് ഞാൻ വാങ്ങും എന്നുള്ള ഒരു എയിം മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള വരും സമയങ്ങളിലെ 40 ദിവസം വളരെ നല്ല രീതികൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സീറ്റ് ലഭിച്ച് നല്ല രീതികളിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ ഡൗട്ട് ക്ലിയറൻസോ ഉണ്ടെങ്കിൽ ആവാം. ഓക്കെ സക്കറിയ സർ. ഹലോ, എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചോദിക്കുന്ന? ഇന്ററാക്ഷൻ ചാറ്റ് ബോക്സ് ആണോ? ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഉണ്ട്. ചാറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ നേരിട്ട് വേണമെങ്കിൽ നേരിട്ടും ചോദിക്കാം. അവര് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി.
അതിൽ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഇപ്പം ഉണ്ട്, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ച ഫോട്ടോയിൽ ചെവി കാണണമെന്നൊരു ചോദ്യം ഉണ്ട്. ഫോട്ടോയിൽ ചെവി അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല. ചെവി കാണണം, ചെവി പുറത്താക്കണം എന്നുള്ളത് പൊതുവേ നീറ്റിന് പറയുന്ന പോലെ കീമിൽ പറഞ്ഞിട്ടില്ല. മഫ്തട അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഫോട്ടോകൾക്കൊന്നും ഒരു ഇതൊന്നും വന്നിട്ടില്ല. മുഖം കൃത്യമായി കാണണം. BSc നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞു തരാമോ? BSc നഴ്സിംഗ് കീമുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. BSc നഴ്സിംഗും കീമും തമ്മിൽ ഒരു ബന്ധമില്ല. BSc നഴ്സിംഗ് കേരളത്തിൽ +2 മാർക്ക് ബേസിലാണ് അപേക്ഷിക്കാനുള്ളത്. +2വിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇയാള് +2വിന്റെ മാർക്ക് വെച്ചുകൊണ്ട് BSc നഴ്സിംഗിന് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും നഴ്സിംഗ് സീറ്റ് ഉണ്ട്. കീമും നഴ്സിംഗും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. മറ്റൊരു ചോദ്യം, ബിടെക് ബയോടെക്നോളജി ഗവൺമെന്റ് കോളേജ് ഉണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞത് ബിടെക് ബയോടെക്നോളജി നീറ്റ് വഴി വരുന്നത് ഗവൺമെന്റ് കോളേജിലുണ്ട്. പിന്നെ വരുന്നത് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിംഗിലുണ്ട് ബിടെക് ബയോടെക്നോളജി. കൺട്രോൾഡ് പ്യുവർ ഗവൺമെന്റിലല്ല, കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിംഗിൽ ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം വരുന്ന ഒരു കോളേജാണ്. ആ കോളേജിൽ കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിംഗ് ആണ്. പകുതി ഫീസ്, ഒരു 35,000 അടുത്ത് ഫീസ് കൊടുക്കേണ്ടി വരും ബിടെക് ബയോടെക്നോളജി. ഓക്കെ. മറ്റൊരു ചോദ്യം, അനസ്തേഷ്യ അതേപോലെ OT കീമ് വേണോ എന്നാണ്. വേണ്ട, കീമ് വേണ്ട. കോഴ്സുകൾ ഞാൻ കൃത്യമായി ഈ പറഞ്ഞ കോഴ്സുകളിൽ വേറെ ഒരു കോഴ്സിന് പോലും കീമ് വേണ്ട. ഓക്കെ. ജൂലൈ 31 വരെ ആണോ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ, ജൂലൈ 30 വരെ അല്ലേ? ജൂൺ 30 വരെ ഉള്ളൂ.